ഹലോ പ്രിയ ദോസ്തോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീ ഗജാനനൻ മാധവ് മുക്തിബോധ് എന്ന സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. കഥയുടെ പേര് പക്ഷി ഔർ ദീമക്, പക്ഷിയും ചിതലും. ഈ കഥയിലൂടെ അദ്ദേഹം പറയുന്നത് ഒരു അലസനായ പക്ഷിയെക്കുറിച്ചാണ്. തൻ്റെ അലസത കാരണം തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് അപകടത്തിൽ ചാടുന്ന ഒരു പക്ഷിയുടെ കഥയാണ് പക്ഷി ഔർ ദീമക് എന്ന കഥയിലൂടെ അദ്ദേഹം പറയുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സാധാരണ ഫുഡുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അല്ലേ. എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്വാഭാവികമായ ആഹാരം എന്ന് പറയുന്നത് ചോറ്, കറികൾ, പച്ചക്കറികൾ ഇവയൊക്കെയാണ്. പക്ഷേ ഇവയൊന്നും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. ഈ കലാകാരൻ ഇതിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. एक था पक्षी, वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. सब बहुत ऊंचाई पर उड़ने वाला पक्षी थे. उनकी निगाहों भी बड़ी तेज थी. उन्हें दूर दूर की बनक और दूर दूर की महक भी मिल जाती. ഇനി നമുക്കതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ഏകത പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി पर ഉടുത്താ ജാ രഹാ था. അത് നീലാകാശത്തിൽ വളരെ ഊഞ്ചായി മീൻസ് ഉയർന്ന് പറക്കുമായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ബീരെ, അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത്ത് ഊഞ്ചായി पर ഉടനെ വാല പക്ഷിത, എല്ലാവരും വളരെ ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹോം ബി, നിഗാഹ് മീൻസ് നോട്ടം. ഉൻകി നിഗാഹോം ബി ബഡി തേജ് ദി, അവരുടെ നോട്ടം വളരെ വേഗതയുള്ളതായിരുന്നു. ഉനേം ദൂർ ദൂർ കി ബനക് ഔർ ദൂർ ദൂർ കി മഹക് ബി മിൽ ജാതി, അവർക്ക് വളരെ ദൂരെയുള്ള ശബ്ദവും, ബനക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം, സൗണ്ട്, അവർ ദൂർ ദൂർ കി മഹക്ക്, ദൂരെയുള്ള ഗന്ധവും, മിൽ ജാതി ലഭിക്കുമായിരുന്നു. വളരെ ദൂരെയുള്ള ശബ്ദവും അതുപോലെ ഗന്ധമൊക്കെ അറിയാനുള്ള കഴിവുണ്ടായിരുന്നു. एक दिन वह नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഒരു ദിവസം ആ നൗജവാൻ പക്ഷി, നൗജവാൻ എന്ന് പറഞ്ഞാൽ യൂത്ത്, യുവാവ്, ആ യുവാവ്, ഇവിടെ പക്ഷിയെ ഈ കലാകാരൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷനുമായിട്ടാണ്. ഒരു ദിവസം ആ യുവാവായ പക്ഷി താഴത്ത് കൂടി പോകുന്ന ഒരു കാളവണ്ടിക്കാരനെ കണ്ടു. ഉന്മേ ബഡേ ബഡേ ഭോരെ ഭരേ ഹുയേതെ, ഭോര എന്ന് പറഞ്ഞാൽ ചാക്ക്, സാക്ക്. അപ്പോൾ അതിൽ വലിയ വലിയ ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു. ഗാഡിവാല ചില്ല ചില്ലാക്കർ കഴുത്താ ഹെ ദോ ദീമകേം ലോ പങ്ക് ദോ. ഇപ്പോൾ കാളവണ്ടിക്കാരൻ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ദോ ദീമകേം, ദീമക് എന്ന് പറഞ്ഞാൽ ചിതൽ, 2 ചിതൽ എടുക്കൂ, ഏക്ക് പങ്ക് ദോ, ഒരു പങ്ക് നൽകൂ. അതായത് ഒരു ചിറക് കൊടുത്താൽ 2 ചിതൽ നൽകാമെന്നാണ് കാളവണ്ടിക്കാരൻ പറഞ്ഞത്. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമകോം കാ ഷൗക്ക് ദാ, ആ യുവാവായ പക്ഷിക്ക് ചിതലുകളെ തിന്നാൻ വളരെ ഷൗക്കായിരുന്നു. ഷൗക്ക് മീൻസ് ആഗ്രഹം. വൈസെ തോ ഊഞ്ചെ ഉടനെ വാലെ പക്ഷിയോം കോ हवा में भी बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. ഉയരങ്ങളിൽ പറന്നിരുന്ന പക്ഷികൾക്ക് കാറ്റിൽ, ഹവ മീൻസ് കാറ്റ്, കാറ്റിൽ തന്നെ ബൗത്തസെ കീടെ തൈർത്തെ ഹുയെ മിൽജാത്തെ, വളരെയധികം കീടങ്ങളെ, ഇങ്ങനെ പാടിക്കളിക്കുന്ന കീടങ്ങളെയാണ് അവർ ലഭിച്ചിരുന്നത്. ജിനേം ഖാക്കർ വേ അപ്പനി ഭൂക്ക് തോടി ബഹുത്ത് ശാന്ത് കർ ലേത്തെ, അത് കഴിച്ചിട്ടാണ് അവർ തൻ്റെ വിശപ്പ്, ഭൂക്ക് മീൻസ് വിശപ്പ്, തോടി ബഹുത്ത് ശാന്ത് കർ ലേത്തെ, വിശപ്പ് അകറ്റിയിരുന്നത്.
लेकिन दीमकें सिर्ഫ് ജമീൻ पर मिलती थी. പക്ഷേ ചിതലാണെങ്കിൽ നിലത്ത് തന്നെ ലഭിക്കുമായിരുന്നു. കബി കബി പേടോं पर, അത് ഇടക്ക് മരത്തടിയിലും. ജമീൻ സെ തനെ पर ചടുക്കർ ഊഞ്ചി ഡാൽ തക്ക്, നിലത്ത് നിന്ന് മരത്തടിയിൽ കയറി അങ്ങനെ ഊഞ്ചി ഡാൽ തക്ക്, ഊഞ്ചി മീൻസ് ഉയർന്ന ചില്ല വരെ ഈ ചിതലുകൾ വീടുണ്ടാക്കുമായിരുന്നു. കണ്ടിട്ടില്ലേ, മരത്തടിയിലും മറ്റുമൊക്കെ ചിതൽ മണ്ണ് കൊണ്ട് വീടുണ്ടാക്കുന്നത്. വേ അപ്ന മടിയാല ലംബ ഗർ ബനാദേത്തി, അങ്ങനെ അവർ തൻ്റെ മടിയാല എന്ന് പറഞ്ഞാൽ മണ്ണ് നിറഞ്ഞ മണ്ണ് കൊണ്ട് ലംബ ഗർ ബനാലെത്തി, നീളമുള്ള വീട് ഉണ്ടാക്കിയിരുന്നു. ലേക്കിൻ ഐസെ കുച്ച് ഹോ പേട് ഹോത്തെ, കുറച്ചെണ്ണം എവിടെയായിരുന്നു, ഒരു മണ്ണ് കൊണ്ട് വീടുണ്ടാക്കിയിരുന്നു, മരത്തിലായിരുന്നു. അവർ വേ സബ് ഏക്ക് ജഗഹിന്ന മിൽത്തെ, പക്ഷെ അവയൊന്നും ഒരുമിച്ചൊരു ഭാഗത്ത് കിട്ടില്ല. ഒരുമിച്ച് ഒരു ഭാഗത്ത് ഈ ചിതലകളൊന്നും കാണാൻ പറ്റില്ല. ചിലത് മരത്തടിയിലായിരിക്കും, ചിലത് മൺകൂന ഉണ്ടാക്കി വീടുണ്ടാക്കി പുറമെ എവിടെയെങ്കിലായിരിക്കും. അപ്പോൾ നൗജവാൻ പക്ഷിക്കോ ലഗ, നൗജവാൻ പക്ഷിക്ക് തോന്നി, യുവാവായ പക്ഷിക്ക് തോന്നി, യഹ് ബഹുത്ത് ബഡി സുവിധ ഹെ, സുവിധ എന്ന് പറഞ്ഞാൽ സൗകര്യം, ഇത് വളരെ നല്ല സൗകര്യമുള്ളതാണ്. കാരണം ഏക ആദ്മി ദീമകോं को बोरों में भरकर बेच रहा है, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ചിതലുകളെ ബോരോമേം ബർക്കർ, ചാക്കുകളിൽ നിറച്ചിട്ട് ബേജ് രഹാഹെ, വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഒപ്പം എല്ലാ ചിതലുകളെയും ഒരുമിച്ച് കിട്ടും. ഇത് ചിതലിനെ തേടി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. വഹ് അപ്പനി ഊഞ്ചായോം ചോഡ്കർ മണ്ഡ്രാത്ത ഹുവ നീച്ചെ ഉദർത്താ ഹെ, ആ പക്ഷി തൻ്റെ ഉയരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് മണ്ഡ്രാത്ത എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി നീച്ചെ ഉദർത്ത ഹെ, താഴേക്ക് ഇറങ്ങി വന്നു. ഓർ പേടിക്ക് ഏക്ക് ഡാൽ പർ ബൈട്ട് ജാത്താ ഹെ, അങ്ങനെ മരത്തിൻ്റെ ഒരു ചില്ലയിൽ ഇരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ കാണുമ്പോൾ അതിലേക്ക് ചാടി വീഴുന്ന ഇപ്പോഴത്തെ ജനറേഷനെയാണ് ഈ സാഹിത്യകാർ ഇതിലൂടെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. എന്ത് ഓഫർ കണ്ടാലും നമ്മൾ ഒന്നും ചിന്തിക്കാതെ അതിലേക്ക് എടുത്തു ചാടുന്നു. തൈ ഹോ ജാത്താ ഹെ, अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ़ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुँह में बड़े सोद के साथ दो दीमकें दबाकर वह पक्षी फुर से उड़ जाता है. दोनों का सौदा तय हो जाता है. രണ്ടുപേരുടെയും സൗദ എന്ന് പറഞ്ഞ വ്യാപാരം, കച്ചവടം, രണ്ടുപേരും കച്ചവടം പറഞ്ഞുറപ്പിച്ചു. ഓക്കെ, അപ്പം ഈ ചോഞ്ച് സെ, തൻ്റെ ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്, ബീക്ക്. അപ്പം ഈ ചോഞ്ച് സെ ഏക്ക് പർ കോ കീജ് കർ, തൻ്റെ ചുണ്ട് കൊണ്ട് ഒരു പടം പറഞ്ഞാൽ ഇവിടെ അർത്ഥം തൂവൽ, ഒരു തൂവൽ കീഞ്ച് കർ വലിച്ചെടുത്ത് തോടിനേമേ പൊട്ടിക്കുന്ന സമയത്ത് ഉസേ തക്ലീഫ് ഹോത്തി ഹെ, തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, മുഷ്കിൽ, അവന് വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ വേദന ഉണ്ടായിരുന്നു. വഹ് ബർദസ്ത് കർ ലേത്ത ഹെ, പക്ഷേ അതൊക്കെ അവൻ ബർദസ്ത് എന്ന് പറഞ്ഞാൽ ക്ഷമ, അതൊക്കെ അവൻ ക്ഷമിച്ചു. മൂഹമേ ബഡേ സോദ് കെ സാത്ത്, വായിൽ വളരെ സോദോട് കൂടെ ദീമകേം ദബാക്കൾ, രണ്ട് ചിതലുകളെ അമർത്തിപ്പിടിച്ച് വഹ് പക്ഷി ഫുർസെ ഉടിജാത്തെ, ആ പക്ഷി വളരെ വേഗതയിൽ പറന്നുപോയി. ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമുക്കറിയാം പല പരസ്യങ്ങളിലൂടെയും മറ്റും യുവാക്കളെയും യുവതികളെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ പരസ്യത്തിലൂടെ നമ്മളെ ആകർഷിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള ഫുഡുകൾ അല്ലേ, ലേസ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഫുഡുകളും യുവാക്കളും ഒക്കെ ഇന്ന് ധാരാളമായിട്ട് വാങ്ങിക്കഴിക്കുന്നു. ഇതിൻ്റെ ദോഷഫലങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ अब उस पक्षी को गाड़ी वाले से दो दीमकें खरीदने और एक पर धोने में बड़ी आसानी मालूम हुई. അങ്ങനെ ഉസ് പക്ഷിക്കോ, ആ പക്ഷിക്ക് ഗാഡി വാലെ സെ ദോ ദീമകൻ ഖരീദിന മീൻസ് വാങ്ങുക, അപ്പോൾ കാളവണ്ടിക്കാരനിൽ നിന്ന് രണ്ട് ചിതലുകൾ വാങ്ങുകയും और एक पर देने में ഒരു തുവൽ നൽകുകയും ബടി ആസാനി മാലൂം ഹുയി, ആസാനി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് തോന്നി, എളുപ്പത്തിൽ തോന്നി. വഹ് रोज़ तीसरे पहाड़ नीचे उतरता और गाड़ी वाले को एक पंख देकर दो दीमकें खरीद लेता.
അവൻ ദിവസവും, രോസ് എന്ന് പറഞ്ഞാൽ ദിവസവും പറഞ്ഞാൽ സമയം. വഹ് രോസ് തീസരെ പഹാഡ്, അവൻ ദിവസവും 3 മണിയാകുമ്പോൾ നീച്ച ഉതർത്ത, താഴെ ഇറങ്ങുകയും ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്ക്, കാളവണ്ടിക്കാരന് ഒരു തുവൽ നൽകുകയും ദോ ദീമകൻ ഖരീദിലേറ്റ, 2 ചിതലുകൾ വാങ്ങിക്കുകയും ഒരു നിത്യസംഭവമായി. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की, बेटे दीमकों हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज़ नहीं दिए जा सकते. कुछ दिनों तक, കുറച്ച് ദിവസം വരെ ऐसा ही चलता रहा, ഇങ്ങനെ തന്നെ തുടർന്നു. एक दिन, ഒരു ദിവസം उसके पिता ने देख लिया, അവൻ്റെ അച്ഛൻ ഇത് കണ്ടു. ഉസ്നെ സമച്ചാനയ്ക്ക് കോഷിഷ് കി, അവൻ്റെ അച്ഛൻ അവനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബേട്ടെ ദീമകയും ഹമാര സ്വാഭാവിക ആഹാർ നെഹി, കുട്ടി ഈ ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. और उनके लिए अपने पंख तो हरगिज़ नहीं दिए जा सकता, ഈ ചിതലിന് വേണ്ടി തൻ്റെ ചിറകുകൾ ഒരിക്കലും, ഹർഗിസ് എന്ന് പറഞ്ഞാൽ കബീബി, ഒരിക്കലും നെഹി ദിയേ ജാ സക്ത, ഒരിക്കലും നൽകരുത്. ഇന്ന് മുതിർന്ന ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല, അല്ലേ? ഉപദേശം ആർക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ മുതിർന്നവർ ഉപദേശിക്കുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പക്ഷിയും അവൻ്റെ അച്ഛൻ പറഞ്ഞത് സ്വീകരിച്ചില്ല. നമ്മുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. ഇന്ന് മുതിർന്നവരെ ഉപദേശിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല, അല്ലേ? അങ്ങനെ തയ്യാറായാൽ നമ്മൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും. അത് നമ്മൾ ശ്രദ്ധിക്കുക. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मोह दूसरी ओर कर लिया. എന്നാൽ ആ പക്ഷി വളരെ ഗർവ്വസ്, ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം, വളരെ അഹങ്കാരത്തോടു കൂടി അവൻ മുഖം തിരിച്ചു, അച്ഛൻ പറയുന്നതിൽ നിന്ന് മുഖം തിരിച്ചു. ഉസെ ജമീൻ പർ ഉദർക്കർ ദീമകൻ ഖാനയ്ക്ക് ചടി ലഗ് ഗൈദി, അവൻ താഴെ ഇറങ്ങി ദീമകൻ ഖാനയ്ക്ക്, ആ ചിതൽ തിന്നാനുള്ള ചടി ലഗ് ഗൈദി, ചടി എന്ന് പറഞ്ഞാൽ ധൃതി കാണിച്ചു. अब उसे न तो दूसरे कीड़े अच्छे लगते न फल न अनाज के दाने, പിന്നെ അവന് മറ്റൊരു കീടങ്ങളെയും ഇഷ്ടമായിരുന്നില്ല, അതുപോലെ ന ഫൽ മറ്റു പഴങ്ങളും, ന അനാജ് കെ ദാനെ മറ്റു ധാന്യമണികളും അവനക്കിഷ്ടമല്ലായിരുന്നു. ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ, ചിതലിനോടുള്ള അവൻ്റെ താല്പര്യം, അവൻ്റെ ഇഷ്ടം ഉസ് പർ ഹാവി ഹോ ഗയാ താ, ആധിപത്യം സ്ഥാപിക്കുക, അതായത് അതിനോട് അഡിക്റ്റായിരുന്നു. ഫുഡും മറ്റുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഫുഡിനോട് നമുക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു, അല്ലേ? നമ്മളൊക്കെ വീട്ടിൽ വന്ന് അമ്മയോട് പറയലുണ്ട്, ആ ഹോട്ടലിലെ ഭക്ഷണം എന്ത് ടേസ്റ്റായിരുന്നു എന്നൊക്കെ പറയലുണ്ട്, അല്ലേ? ഇതുപോലെയുള്ള പാനീയങ്ങളും അതുപോലെ ഷവർമ, ബർഗർ എന്ന് പറയുന്ന ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളുണ്ട്. ഇവയിലൊക്കെ വളരെ മാരകമായ വിഷാംശങ്ങൾ ചേർക്കുന്നുണ്ട്. ക്യാൻസറിന് വരെ കാരണമാകുന്ന അജിനാമോട്ടോ ഒക്കെ കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണമാണ് നമുക്കത് ടേസ്റ്റായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ ഫുഡിനോടുള്ള ആർത്തി നമുക്ക് കുറഞ്ഞു വരുന്നു. നമ്മുടെ സ്വാദ് മുകുളങ്ങളൊക്കെ നമുക്ക് നോർമൽ ഫുഡിനോടുള്ള താല്പര്യം കുറച്ച് കൊണ്ടുവരുന്നു. ഇനി ഇത്തരത്തിലുള്ള പാനീയങ്ങളും ബേക്കറി ഐറ്റംസുകളും ഫാസ്റ്റ് ഫുഡും മാത്രമല്ല, ഇപ്പോൾ യുവാക്കൾ അഡിക്റ്റാവുന്ന സിഗരറ്റ് പോലെയുള്ള, മദ്യം പോലെയുള്ള, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളൊക്കെ, അതിലൊക്കെ നമ്മൾ അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫുഡിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. അങ്ങനെ ജീവിതത്തെ മൊത്തം അത് മാറ്റിമറിക്കുന്നു. ലേക്കിൻ ഐസാ കിतने दिनों तक चलता, उसके पंखों की संख्या लगातार बढ़ती चली गई. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हफ्ते हुए बैठ जाना पड़ता. के परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वह बहुत पिछड़ जाता, फिर भी दीमक खाने का उसका शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा.
ഇൻ ഐസ കിത്തന ദിനോം തക്ക് ചൽത്ത. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാത്താർ ഗഡത്തി ചലി ഗൈ. അവൻ്റെ ചിറകുകളുടെ എണ്ണം ലഗാത്താർ ഏകദേശം ഗഡത്തി ചലി ഗൈ. ഗഡത്തി മീൻസ് കുറഞ്ഞു കുറഞ്ഞ് വന്നു. അബ് വഹ് ഊഞ്ചായിയോം പർ अपना संतुलन साध नहीं सकता था. ഊഞ്ചായിയോം പർ അപ്ന സന്തുലൻ സാധ് നഹി സക്താ था. ഇപ്പോൾ അവന് ഉയരങ്ങളിൽ തൻ്റെ സന്തുലൻ, തൻ്റെ ആ കഴിവ് സാധ് നഹി സക്താ था. ഇപ്പോൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ അവനക്ക് സാധിക്കുന്നില്ല. ന ബഹുത്ത് സമയ തക്ക് പങ്ക് ഉസെ സഹാര ദേ സക്തേ ദേ. സഹാര എന്ന് പറഞ്ഞാൽ ആശ്രയിക്കും. ഇപ്പോൾ കൂടുതൽ സമയം അവന് ചിറകുകളെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. ആകാശ് യാത്രയ്ക്ക് ദൗരാൻ ഉസെ. ആകാശയാത്രയ്ക്കിടയ്ക്ക് ജൽദി ജൽദി പഹാടി ചട്ടാനാവും. പഹാടി ചട്ടാൻ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം, ചട്ടാൻ പാറ, പാറയിലും പേടോം കി ചോട്ടിയോം മരത്തിൻ്റെ ടോപ്പിലും, ചോട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ, ഗുംബന്തോം അവർ ബുർജോം പർ. ഗുംബന്ത് എന്ന് പറഞ്ഞാൽ താഴികക്കുടം അഥവാ മിനാരം, നമ്മൾ കുബ്ബ എന്നൊക്കെ പറയലുണ്ട്, അതിൻ്റെ മുകളിലും ഒക്കെ ആഫ്തെ ഹുയെ ബൈറ്റ് ജാനപ്പെടുത്ത, കിതച്ച് അവൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആഫ്ത എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക. ഓക്കെ. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ. വഹ് बहुत पिछड़ जाता, फिर भी दीमक खाने का उसका शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए. അവൻ്റെ കുടുംബക്കാരും അതുപോലെ കൂട്ടുകാരുമൊക്കെ വളരെ ഉയരങ്ങളിലേക്ക് പാറിപ്പോകുന്നത് അവൻ ആകെ ബളിജാത്തെ മുന്നോട്ട് പാറിപ്പോകുന്നുണ്ടായിരുന്നു. വഹ് ബഹുത്ത് പിച്ചടി ജാത്ത, അവൻ അപ്പോഴും വളരെ പിറകിലായിരുന്നു. ഫിർ ബി ദീമക് കാനേക്ക ഉസ്ക ഷൗക്ക് കം നഹി ഹുവ. എന്നിട്ടും അവന് ചിതലിനോടുള്ള താല്പര്യം കുറഞ്ഞില്ല. ദീമകോം കെ ലിയെ ഗാഡി വാലേക്കോ വഹ് അപ്പിനെ പങ്ക് തോട് തോടുക്കൾ ദേത്താ രഹ. ചിതലിനു വേണ്ടി അവൻ ആ കാളവണ്ടിക്കാരന് തൻ്റെ ചിറകുകൾ ഓരോന്നായിട്ട് നൽകി. ഒരു യുവാവിൻ്റെ പ്രതിനിധിയായിട്ടാണ് പക്ഷിയെ കഥാകാരൻ നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്, അല്ലേ? പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന യുവാക്കളെ കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത്. ഈ മദ്യവും മയക്കുമരുന്നൊക്കെ നമ്മുടെ ശരീരത്തെ മാത്രമല്ല കേടുവരുത്തുന്നത്, നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ പണത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളെയുമൊക്കെ അത് ശിഥിലമാക്കുന്നു, അത് തകർത്തെറിയുന്നു എന്നതാണ് കഥാകാരൻ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. फिर उसने सोचा कि आसमान में उड़ना ही फिजुल है, वह मूर्खों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उड़कर दूसरा पेड़ तक पहुंच पाता. പിന്നെ അവൻ ചിന്തിക്കുകയാണ്, ആകാശത്തിലൂടെ ഉടിനാഹി ഫിജുൽ ഹെ. ഫിജുൽ എന്ന് പറഞ്ഞാൽ വെറുതെ, ആകാശത്തിലൂടെ പറക്കുന്നത് വെറുതെയാണ്. വഹ് മൂർഖോം കാ കാം ഹെ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. ത്ത് യഹ് ദീഖി, അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. അബ് വഹ് ആസ്മാൻ മേ ഉഡഹി നെഹി സക്താര, അവന് ആകാശത്തിലൂടെ പറക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അവൻക്ക് മറ്റുള്ളവരെ കണ്ട് അസൂയ തോന്നിയിട്ട് പറയണം. വഹ് സിർഫ് ഏക്ക് പേട് സെ ഉടുക്കർ ദൂസരെ പേട് തക്ക് പഹുഞ്ച് പാത്ത, അവൻ കേവലം ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിലേക്ക് എത്തുമായിരുന്നുള്ളൂ, അത്രയ്ക്ക് അവൻക്ക് പറക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗൈ, മെല്ലെ മെല്ലെ അവൻ്റെ ആ ശക്തി പോലും കുറഞ്ഞു വന്നു. കം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരിക. और एक समय वह आया जब वह बड़ी मुश्किल से, ഒരു സമയത്ത് അവൻ ഇങ്ങനെയായിപ്പോയി. എങ്ങനെ? ബഡി മുഷ്കിൽ സെ, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട്, പേടിക്ക് ഏക്ക് ഡാൽ സെ, മരത്തിൻ്റെ ഒരു ചില്ലയിൽ നിന്ന്, ലഗി ഹുയി ദൂസരി ഡാൽ പർ, മറ്റൊരു ചില്ലയിലേക്ക് പടക്കാൻ പോലും അവന് ബുദ്ധിമുട്ടി. ചൽക്കർ ഫുദക് കർ പഹുഞ്ചാത്ത, അവൻ നടന്ന് നടന്ന് ചാടി ചാടി എത്തുമായിരുന്നു. ലേക്കിൻ ദീമക് കാനേക്ക ഷൗക്ക് നഹി ചൂട്ട, പക്ഷെ എന്നാലും അവന് ചിതൽ തിന്നാനുള്ള ആഗ്രഹത്തിൽ ഒട്ടും കുറവ് ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ ഇപ്പോൾ മദ്യത്തിലായാലും മയക്കുമരുന്നിലായാലും അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനം നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യുവാക്കളായ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന്.
बीच बीच में गाड़ी वाला बुत्था दे जाता, वह कहीं नज़र में न आता, पक्षी उसके इंतज़ार में गुलता रहता. बीच बीच में गाड़ी वाല ബുത്ത ദേ ജാത്ത. ഇടയ്ക്കിടയ്ക്ക് ആ കാളാവണ്ടിക്കാരൻ, ബുത്ത എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുക, കപടം, നമ്മുടെ പക്ഷിയെ കബളിപ്പിച്ചു കൊണ്ടിരുന്നു. വഹ് കഹീം നസർ മേ നാത്ത, അവനെ എവിടെയും കണ്ടില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഗുൽത്ത രഹത്ത, പക്ഷി കാളവണ്ടിക്കാരനെയും പ്രതീക്ഷിച്ച്, ഇന്തസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, പ്രതീക്ഷിച്ച് അലഞ്ഞു നടന്നു. മയക്കുമരുന്നിന് അഡിക്റ്റായി അത് കിട്ടാതെ വരുമ്പോഴുള്ള ഭ്രാന്തമായ അവസ്ഥ പക്ഷിക്കും അനുഭവപ്പെട്ടു, ചിതൽ കിട്ടാതായപ്പോൾ. അപ്പോൾ ദീമക് കിട്ടാതായപ്പോൾ അവൻ മറ്റുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കി, പക്ഷേ അത് അവനക്ക് പറ്റുന്നില്ല. ലേക്കിൻ ദീമകോം കാ ഷൗക്ക് ജോ ഉസേദ, എന്നാലും ചിതലിനോടുള്ള ഷൗക്ക് അവനക്ക് ഉണ്ടായിരുന്നു. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, മേ ഖുദ് ദീമകൻ ടൂണ്ടൂങ്ക, ഞാൻ സ്വയം ചിതലുകൾ ടൂണ്ടൂങ്ക എന്ന് പറഞ്ഞാൽ സെർച്ചിങ്, അന്വേഷിക്കുക, ഞാൻ ചിതലുകളെ സ്വയം അന്വേഷിക്കും. ഇസ്ലിയെ വഹ് പേട് പർ സേ ഉതർക്കർ ജമീൻ പർ ആകയ, അവൻ മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ജമീൻ പർ ആകയ, നിലത്തേക്ക് വന്നു. അവർ ഗാസ് കെ ഏക്ക് ലഹരാത്തെ ഗുച്ഛേമേ, പുല്ലുകൾ കൂടിക്കിടക്കുന്ന ഒരു ഭാഗത്ത് സിമട്ടുക്കർ എന്ന് പറഞ്ഞാൽ ചുരുണ്ടുകൂടി ബൈറ്റുകയാണ്, ഇരുന്നു. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജീമേ ന മാലൂം ക്യാ ആയ, പിന്നെ ആ പക്ഷിക്കൊരു ദിവസം അവൻ്റെ മനസ്സിലെന്തോ ഒന്ന് തോന്നി. വഹ് കൂബ് മെഹനത്ത് സെ ജമീൻ സെ ദീമകൻ ചുൻകർ, അവൻ സ്വയം അധ്വാനിച്ച്, മെഹനത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച്, ജമീൻ മേം സെ ദീമകൻ ചുൻകർ, നിലത്ത് ചിതലുകളെ സെർച്ച് ചെയ്ത്, എന്നാണ് സെർച്ച് ചെയ്ത് കാനയ്ക്ക് ബച്ചായി, അത് കഴിക്കാതെ, ഉനേം ഇക്കട്ട കർണലിക, ഇക്കട്ട എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, അവയെ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. അബ് ഉസ്കെ പാസ് ദീമകോം കെ ടേർ ഹോ ഗയേ, ഇപ്പോൾ അവൻ്റെ അടുക്കൽ ചിതലകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഉണ്ടായി. ടേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം. ഓക്കെ, ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ കാരണം എന്തായിരിക്കും? പക്ഷിക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടായിരിക്കാം, ഇത് ശേഖരിച്ച് തിരിച്ചു കൊടുക്കാനുള്ള. ഫിർ ഏക്ക് ദിൻ ഏക്ക് വഹ് ഗാഡി വാല ദിക്കായി ദിയ, ഒരു ദിവസം പെട്ടെന്ന് ആ കാളവണ്ടിക്കാരനെ പക്ഷി കാണാനിടയായി. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് വളരെ സന്തോഷമുണ്ടായി. ഉസ്നെ പുക്കാർക്കർ കഹ, അവൻ കാളവണ്ടിക്കാരനെ വിളിച്ചു, ഗാഡി വാലേ, ഓ ഗാഡി വാലേ, മേം കബ് സെ തുമാരാ ഇന്തസാർ കർ രഹാ ഹെ, അല്ലയോ കാളവണ്ടിക്കാരാ, ഞാൻ ഇതിനെ എത്ര നേരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഹച്ചാനി ആവാസ് സുൻകർ ഗാഡി വാല രുക്കുകയ, പഹച്ചാനി പരിചയമുള്ള ആവാസ് സുൻകർ, ആ ശബ്ദം കേട്ട് ഗാഡി വാല രുക്കുകയ, ആ കാളവണ്ടിക്കാരൻ നിന്നു. തബ് പക്ഷിനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ മേനെ കിത്തനി സാരി ദീമകം ജമാ കർ ലിയേ, നോക്ക് ഞാൻ എത്ര അധികം ചിതലുകളെയാണ് ഒരുക്കി കൂട്ടിവെച്ചിട്ടുള്ളത്. ഗാഡി വാലേക്കോ പക്ഷിക്ക് ബാത്ത് സമജ് മേ നഹിയായി, ആ കാളവണ്ടിക്കാരന് പക്ഷിയുടെ ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തിന കഹ, അവൻ അതിന് മറുപടിയായി പറഞ്ഞു, തോ മേ ക്യാ കരൂ, അതിന് ഞാനെന്ത് വേണം. യേ മേരി ദീമകൻ ലേലോ, നീ നിൻ്റെ ചിതലുകൾ എടുത്തോ. അവർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, പകരം നീ എനിക്ക് എൻ്റെ ചിറകുകൾ തിരിച്ചു തരൂ. വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു തരുക. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി മറുപടി നൽകി. ഗാഡി വാല ടട്ടാക്കർ ഹംസ് പട, ഉസ്നെ കഹ ബേവക്കൂഫ്, മേം ദീമക് കെ ബദലെ പങ്ക് ലേത്താ ഹും, പങ്ക് കെ ബദലെ ദീമക് നഹി. കാരൻ പൊട്ടിച്ചിരിച്ച് പറഞ്ഞു, ബേവക്കൂഫ്, വിഡ്ഢി, ഞാൻ ദീമക് കെ ബദലെ പങ്ക് ലേത്താ ഹും, ചിതലിന് പകരമാണ് ചിറക് എടുക്കുന്നത്. പങ്ക് കെ ബദലെ ദീമക് നഹി, ചിറകിന് പകരം ചിതൽ എടുക്കുന്നില്ല. ഗാഡി വാലേനെ പങ്ക് ശബ്ദ് പർ ബഹുത്ത് ജോർ ദിയാദ, ഗാഡി വാല പങ്ക് എന്ന വാക്കിനെ കുറിച്ച് കട്ടിയായി തന്നെ പറഞ്ഞു. ഗാഡി വാല ചലാഗയ, അങ്ങനെ ആ കാളവണ്ടിക്കാരൻ അവിടെ നിന്ന് പോയി. പക്ഷി ചട്പടാക്കർ രഹുകയ. ഏക് ദിൻ ഏക് കാലി ബില്ലിയായി, ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. അവർ അപ്നെ മോഹമേ ഉസെ ദബാക്കർ ചലി ഗയി, തൻ്റെ വായിൽ അതിനെ
ആ പക്ഷിയെ ദബാക്കർ എന്ന് പറഞ്ഞാൽ അമർത്തിപ്പിടിച്ച് ചലിയുകയും അത് കടന്നുപോയി എന്ന് പറഞ്ഞാൽ പക്ഷിക്ക് ചിറകില്ലാത്തത് കാരണം അതിന് പറക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ആ പൂച്ച ആ പക്ഷിയെ പിടിച്ചു. തബൂസ് പക്ഷി കാ ഖൂൻ, അപ്പോൾ ആ പക്ഷിയുടെ രക്തം ടപ്പക്ക് ഇങ്ങനെ ഒറ്റി ജമീൻ പർ ബൂന്തോം കി ലക്കീർ ബനാ രഹാദ, ഒരു നിരത്ത് ഒരു രക്തത്തുള്ളിയുടെ ഒരു ലക്കീർ എന്ന് പറഞ്ഞാൽ അടയാളം ഇങ്ങനെ കാണാമായിരുന്നു. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കഥയിലൂടെ ആ പക്ഷിയുടെ അലസത കാരണം അത് അപകടത്തിൽ ചേർന്നപ്പെടുന്ന ഒരു ചിത്രമാണ് കഥാകൃത്ത് വരച്ചു കാണിക്കുന്നത്. അപ്പോൾ അലസരായി നടക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാണ്. ഒരിക്കലും അലസത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരിക്കലും നമുക്കത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ല. അതിനു പുറമെ ഇതിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ പരസ്യങ്ങളുടെ പിന്നാലെയാണ് നമ്മളൊക്കെ ഉള്ളത്, അല്ലേ? പല വ്യത്യസ്ത തരത്തിലുള്ള പരസ്യങ്ങൾ, സിനിമാ താരങ്ങളെയൊക്കെ ഫുട്ബോൾ താരങ്ങളെയൊക്കെ വെച്ച് പരസ്യമെടുത്തിട്ട് ആ ഉൽപ്പന്നം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് ഇന്നുള്ളത്. അങ്ങനെ ആ പരസ്യങ്ങളുടെ വലയത്തിൽ പെട്ടുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനം വാങ്ങിക്കൂട്ടുന്ന ഒരു പുതു തലമുറയിലേക്കാണ് കഥാകൃത്ത് ഈ കഥയെ കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടായിട്ട് പോലും നമ്മൾ ഇന്ന് എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനും നമ്മുടെ പൈസയ്ക്കും നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ദോഷമാണ്. അപ്പോൾ ഇതിലൂടെ ഇത് നല്ലൊരു മെസ്സേജാണ് കഥാകൃത്ത് ഇതിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകളാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.